ഇതെത്ര ദൂരമുണ്ട്, അതായത് ഈ സ്ഥലങ്ങൾ തമ്മിൽ കൃത്യമായിട്ടുള്ള കണക്കല്ല ഞാൻ ചോദിക്കുന്നത്, എങ്കിലും അനുമാനിക്കാവുന്ന രീതിയിൽ എത്ര ദൂരത്തിന്റെ വ്യത്യാസമുണ്ട്, അതിനപ്പുറത്തേക്ക് എപ്പോഴാണ് ഇങ്ങനെയൊരു മൃതദേഹം പൊങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഒഴുകി നടക്കുന്നു എന്ന തരത്തിലുള്ള പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്ന എപ്പോഴാണ്, കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാനാകുന്ന വിവരങ്ങൾ? ഏകദേശം 1/2 കിലോമീറ്റർ അടുത്ത ദൂരം, അതായത് തുരങ്കം കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ അടുത്ത ദൂരം, അതായത് തുരങ്കം കഴിഞ്ഞാൽ 1/2 കിലോമീറ്ററിന് അടുത്ത ദൂരം ഇവിടേക്കുണ്ട്. ആ ദൂരത്തിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം പൊങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ജോയിയുടേതാണ് എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അതിനുള്ള സാധ്യത തന്നെയാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അത്തരം ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്നതിനപ്പുറത്തേക്ക് അതുതന്നെയാകാം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തുകയാണ്. കാരണം അതിനുള്ള സാധ്യതകൾ, അതിനുള്ള സാഹചര്യം അങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും എല്ലാം വ്യക്തമാക്കുന്നത്. നമുക്കിപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ അധികം ദൂരം ആ ഒരു പ്രദേശത്തില്ല. ഈ മൃതദേഹം കരയിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഉള്ളത്. അവർ താഴെ ഇറങ്ങി മൃതദേഹം നമ്മൾ ഒന്ന് ഇടപെടുകയാണ്, പ്രേക്ഷകരോടുകൂടി ആ കാര്യം പങ്കുവയ്ക്കേണ്ടതുണ്ട്. തകരപ്പറമ്പിലെ കനാലിലെ ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൃതദേഹം കരയ്ക്ക് കയറ്റാനുള്ള, മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പറയൂ അമല്, പറയൂ. അക്ഷയ മൃതദേഹം കരയിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. സ്കൂബ ഡൈവിംഗ് ടീം വിവരം അറിഞ്ഞ ശേഷം തന്നെ ഇവിടേക്ക് എത്തി അവർ ഇതിലേക്ക് ഈ താഴേക്ക് ഇറങ്ങി ഇപ്പോൾ മൃതദേഹം കരയിലേക്ക് എടുക്കുകയാണ്. കൊണ്ടുപോകുന്നതിനാവശ്യമായ ആംബുലൻസ് അടക്കം ഇവരിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ായുള്ള സ്ഥലത്താണ്, അധികം ദൂരം ഈ പറയുന്ന സ്ഥലത്തു നിന്നുമില്ല. ഈ സ്കൂബ ഡൈവിംഗ് ടീം ഉദ്യോഗസ്ഥരെത്തി പുറത്തേക്കെടുത്ത മൃതദേഹം അല്പസമയത്തിനകം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റും. മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. എന്തായാലും ഇതിനൊരു സ്ഥിരീകരണം എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. ഇത് കാണാതായ ജോയിയുടെ മൃതദേഹം എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ആണ് ഇപ്പോൾ ഏർപ്പാടാക്കുന്നത്. ഇത്തരമൊരു വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടേക്ക് എത്തി. ഇപ്പോൾ എത്തിയ സ്ഥലത്ത് നിന്നും ആദ്യം മൃതദേഹം കണ്ട സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി ഒഴുകി മുന്നോട്ട് പോകുന്നിരുന്നു. ശക്തമായ ഒഴുക്ക് ഇന്നലത്തെ രാത്രിയിലെ മഴയിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മൃതദേഹം കുറച്ചുകൂടി ആദ്യം കണ്ട സ്ഥലത്ത് നിന്നും, ഈ ലഭിച്ച സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നിരുന്നു. ഇവിടെ ഒരു പൈപ്പ് കടന്നു പോകുന്നുണ്ട്. ആ പൈപ്പിൽ തട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റിയ കാഴ്ച. അപ്പോൾ അതിൽ നിന്ന് തട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ പിന്നീടും കുറച്ചുകൂടി ഒഴുകിപ്പോയേനെ. ഇപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും അവിടെ 2 ദിവസങ്ങളിലായി നടന്ന തിരച്ചിലെന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ ആദ്യ ദിവസത്തിൽ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ പ്രതീക്ഷ അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് ജോലിയുടെ കാര്യത്തിൽ പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം സ്വാഭാവികമായും ആ ടണലിലേക്ക് ഒരാൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവനോടെ കരയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യം എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്യോഗസ്ഥരും എല്ലാം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോഴെന്തായാലും ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. ഇനി അതിൻ്റെ ഒരു സ്ഥിരീകരണം അധികൃതരിൽ നിന്ന് ലഭിക്കണം. ഒരു മരണമാണ്, മാത്രമല്ല ഇങ്ങനെ ഒഴുകി വന്ന ഒരു മൃതദേഹമാണ്, ഇങ്ങനൊരു അപകടം സംഭവിച്ച വിഷയമാണ്. അതിനാൽ തന്നെ നമ്മൾ പേരുറപ്പിച്ച് ജോയി എന്ന് പറയുന്നില്ല, പക്ഷേ അതുതന്നെ ആകുമെന്നുള്ളൊരു സാധ്യത ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പറയുന്നത്. സ്ഥിരീകരണത്തിനായി എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ജോയിയുടെ മൃതദേഹമാകാം എന്നുള്ള ഒരു നിഗമനം, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ജോയിയെ കാണാതായിട്ട് ഇതാ 46 മണിക്കൂർ പിന്നിടുകയാണ്, 46.5 മണിക്കൂർ പിന്നിടുകയാണ്. ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിനിടെ അദ്ദേഹം കാല് വഴുതി അതിനുള്ളിലേക്ക് പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ അദ്ദേഹം അതിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു. പിന്നീട് 11:30 തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ആ രക്ഷാപ്രവർത്തനം ഇങ്ങനെ മണിക്കൂറുകൾ മുന്നോട്ട് പോയി നീളുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ കാണുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ തകരപ്പറമ്പിലെ കനാലിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള തുരങ്കത്തിൽ നിന്നും അവിടെ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നത് ഈ കനാലിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ജോയിയുടെ മൃതദേഹമാകാം എന്ന തരത്തിൽ തന്നെയുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ജോയി എന്നുള്ള പേര് പറയുന്നില്ല, എങ്കിൽ പോലും ജോയിയുടേതാകാം എന്ന് പറയുന്നു. രാവിലെയോടുകൂടിയാണ് അവിടെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരൊക്കെയും പോലീസും ഫയർഫോഴ്സും നേവി ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. ഇപ്പോഴിതാ ആ മൃതദേഹം കനാലിൽ നിന്നും പുറത്തെടുത്തു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് മുൻപ് കണ്ടത്. കനാലിൽ നിന്നും പൊക്കിയെടുത്ത മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും മറ്റുദ്യോഗസ്ഥരും ഒക്കെ അവിടെയുണ്ട്. ജോയിയെ ജീവനോടെ തന്നെ തിരികെ കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. 42 വയസ്സുകാരനായ ജോയിയെ
അദ്ദേഹം തിരികെ വീട്ടിലേക്ക് മടങ്ങി എത്തുമെന്ന് പറഞ്ഞാണ് മിനിഞ്ഞാന്ന് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം, തീർത്തും അപ്രതീക്ഷിതമായിട്ടൊരു അപകടം ശുചീകരണ ജോലിക്കിടെ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കേരളം കണ്ടത് ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യമാണ് നമ്മൾ കണ്ടത്. ജോയിക്കായിട്ട് പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും സാങ്കേതികവിദ്യയും ഒക്കെ ഉപയോഗിച്ച് പരിശോധനകൾ, തെരച്ചിൽ നടത്തുകയായിരുന്നു. ആദ്യം ഫയർഫോഴ്സ് ഇറങ്ങി, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജീവനക്കാരിറങ്ങി, ഒപ്പം നമ്മൾ സ്ക്യൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനാ തെരച്ചിൽ നമ്മൾ കണ്ടു. പിന്നീട് NDRF തന്നെ പത്തനംതിട്ടയിൽ നിന്ന് നേരിട്ടെത്തി. NDRFന്റെ 30 അംഗ ടീമെത്തി അവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നു. ഒടുവിൽ പിന്നീട് ഇന്നിപ്പോൾ നേവിയും നാവികസേനയും തെരച്ചിലിന്റെ ഭാഗമായി പങ്കുചേരുന്നതും തെരച്ചിൽ നടക്കുന്നതും നമ്മൾ കണ്ടു. ആ തെരച്ചിലിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഇതാ സമയം 9:30 ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അത് ജോയിയുടേതാകാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. സ്ഥിരീകരിച്ചില്ലെങ്കിലും അതിനുള്ള സാധ്യത തന്നെ മുന്നോട്ട് വെക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെയും. അമൽ, അക്ഷയ, നിലവിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ മേയർ അടക്കമുള്ളവരോടും സംസാരിച്ചിരുന്നു. ഒരു ഔദ്യോഗിക പ്രതികരണം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തെത്തി അവിടെ നിന്നും തരാം എന്നുള്ളതാണ് മേയർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ അവിടേക്ക് പോയി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ മൃതദേഹം കടന്നു പോയിട്ടുണ്ട്. അതായത് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഇത്രയുമാണ്, നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഈ മൃതദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതി വെച്ച് ഇത് ഈ പറയുന്ന ജോയി തന്നെയാണ് എന്ന് ഏകദേശം പോലീസ് ഉറപ്പിക്കുകയാണ്. അവിടെ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഈ ടണലിലൂടെ ഒഴുകി ഇവിടേക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. ഇന്നലെ ശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴയിൽ മൃതദേഹം ടണലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസ്. NDRF, പോലീസ്, നാവികസേന ഉദ്യോഗസ്ഥരൊക്കെയും അവിടേക്ക് എത്തിയിട്ടാണ് ഇപ്പോൾ ആ മൃതദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കനാലിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അവിടെ ഒരു പൈപ്പിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ആ മൃതദേഹം പൊങ്ങിയ എന്നൊരു ഒരു വിവരം വരുന്ന സമയത്തിന് ഉദ്യോഗസ്ഥർ ഓടിയെത്തുകയായിരുന്നു ഇങ്ങോട്ട്. അത് നിലവിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വെള്ളം എത്തുന്ന കനാലാണ്. അതുകൊണ്ട് തന്നെയാണ് ജോയി ആണ് എന്ന തരത്തിലൊരു വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ശരീരപ്രകൃതിയൊക്കെ കണ്ടിട്ട് ജോയിയുടെ മൃതദേഹമാകാമെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ ഇന്ന് രാവിലെ വരെ ഇതൊരു രക്ഷാപ്രവർത്തനമാണോ, ഒരു തെരച്ചിലാണോ, എന്താണ് ഇതിന് പറയേണ്ടത് എന്ന തരത്തിലൊരു ചോദ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയാണ്. മൃതദേഹം ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസിൽ ആ വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ആ മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്നും പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്.